നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പ്രകൃതിയുടെ മുഴുവൻ ലാളിത്യവും നർമ്മല്യവും ഒളിപ്പിച്ചു വെച്ച സുന്ദരിപ്പൂവിനെയാണ്, വെള്ളമന്ദാരം. ബോഹിനിയ അക്യുമിനേറ്റ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഈ ബഹുവർഷി നിത്യഹരിത സസ്യം ഫബാസിയൈ സസ്യകുടുംബാംഗമാണ്. വൈറ്റ് ഓർക്കിഡ് ട്രീ, ഡ്വാർഫ് ഓർക്കിഡ് ട്രീ, സ്നോയി ഓർക്കിഡ് ട്രീ എന്നൊക്കെ ഇംഗ്ലീഷിൽ പേരുകളുണ്ട്. വെള്ളമന്ദാരം ഒരു വലിയ കുറ്റിച്ചെടിയായും അല്ലെങ്കിൽ 2 മുതൽ 3 മീറ്റർ വരെ ഉയരം വയ്ക്കുന്ന ചെറുമരമായും വളരും. വർഷം മുഴുവനും പൂക്കൾ തരുന്ന ഈ ചെടിയെ കുറ്റിച്ചെടിയായി നിലനിർത്താനും നല്ല ആകൃതി കിട്ടാനുമായി കമ്പുകോതി കൊടുക്കുന്നത് നല്ലതാണ്. കാളക്കുളമ്പിന്റെ ആകൃതിയിൽ 2ആയി വിഭജിച്ച ഇലകളാണ് ഇതിന്റെ പ്രത്യേകത. പകൽ മുഴുവനും തുറന്നു കാണപ്പെടുന്ന ഇലകൾ സൂര്യാസ്തമയത്തിനു ശേഷം മടങ്ങി കാണപ്പെടും. ഈ പ്രതിഭാസത്തിന് നിക്റ്റിനെസ്റ്റി എന്നാണ് പറയുന്നത്. മന്ദാരത്തിന് 5 ഇതളുകളുള്ള വെളുത്ത പൂക്കളാണ് ഉള്ളത്. അകത്തേക്ക് വളഞ്ഞ ഇതളുകൾ ഒരു ചെറിയ കപ്പിന്റെ ആകൃതി പൂവുകൾക്ക് നൽകുന്നു. തേൻകിളികളെയും വണ്ടുകളെയും മറ്റും ഈ പൂക്കൾ ആകർഷിക്കുന്നു. പൂവിട്ട ശേഷം പയറു പോലെയുള്ള പച്ചക്കായകൾ ഉണ്ടാകും. വിളഞ്ഞു പാകമായി തവിട്ട് നിറമാകുന്ന കായ്കളിൽ നിന്നും ശേഖരിക്കുന്ന വിത്തുവഴിയാണ് പ്രധാനമായും വംശവർധന നടത്തുന്നത്. പരമ്പരാഗത വൈദ്യത്തിലും ഔഷധ ഗുണങ്ങളുള്ള വെള്ളമന്ദാരം ഉപയോഗിക്കാറുണ്ട്. അമ്പലങ്ങളിൽ പൂജയ്ക്കും ഈ പൂക്കൾ ഉപയോഗിക്കുന്നു. വെറുമൊരു അലങ്കാര സസ്യമായി മാത്രമല്ല, പാരമ്പര്യവും ഔഷധ ഗുണങ്ങളും ഒത്തിണങ്ങിയ ആരുടെയും കണ്ണിനെ തണുപ്പിക്കുന്ന ഒരു സ്വച്ഛ സാന്നിധ്യമായി ഒരു ചെറുപുഞ്ചിരി നമ്മളിൽ പകരുകയാണ് വെള്ളമന്ദാരം. മറ്റൊരു ചെടി വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കുക. നന്ദി, നമസ്കാരം.